ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും മികവാർന്ന ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക, കെട്ടിടങ്ങളും പൊതു ഇടങ്ങളും കലാലയങ്ങളും തിയേറ്ററുകളും ഭിന്നശേഷിക്കാർക്കു കൂടി പ്രാപ്യമാകണമെന്ന് മന്ത്രി അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക പരിശീലന രീതിയിലൂടെ സമൂഹത്തിൽ പ്രയാസങ്ങളില്ലാതെ ഇടപെടാൻ കഴിവുള്ളവരാക്കി അവരെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ വളരെ പോസിറ്റീവായ അന്തരീക്ഷമാണ് ബഡ് സ്കൂളുകൾ ഒരുക്കുന്നത്. അതിന് സർക്കാരും സമൂഹവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബഡ് സ്കൂളുകൾക്കൊപ്പമുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടവരാണ് ഭിന്നശേഷി മക്കൾ. പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം. നമ്മുടെ മനോഭാവത്തിലും മാറ്റമുണ്ടാകണം. വെങ്കടശ്ശേരി സാന്ത്വനം ബഡ് സ്കൂളിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് എന്നിവർ മുഖ്യാതിഥികളായി. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ ചിത്രരചനയിൽ 3ാം സ്ഥാനം നേടിയ അശ്വിൻ ശ്രീകുമാറിനെ അനുമോദിച്ചു. സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ബഡ് സ്കൂൾ കുട്ടികളുടെ വളർച്ച ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പരിശീലനത്തിന് പിന്തുണ നൽകുന്ന ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അധ്യാപകരെയും ആദരിച്ചു. ചേർപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പഞ്ചായത്ത് മെമ്പർമാരായ TK ഗീത, CK സുനിൽകുമാർ, NT സജീവൻ, CB സുരേഷ്, ഫാദർ ജോൺ പാലിയേക്കര, ആര്യ, PTA പ്രസിഡന്റ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് നന്ദി അറിയിച്ചു. ബഡ് സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേളയും പകൽ വീട് അമ്മമാരുടെ കലാപരിപാടികളും അരങ്ങേറി. കൈകോർത്ത് പിടിക്കുന്നത് നമ്മുടെ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സാമൂഹ്യ പുനരധിവാസം, അതായത് പ്രകൃതിയെയും സമൂഹത്തെയും മറ്റുള്ളവരെയും ഒക്കെ മനസ്സിലാക്കാനും തങ്ങളുടേതായ കഴിവുകൾ വികസിപ്പിക്കാൻ